വലിയ ആഘോഷത്തിൻ്റെ ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്തെ നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഭക്തർ ഇവിടെ എത്തി. കഴിഞ്ഞ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ഇഷ്ടപ്പെട്ട ദേവിക്ക്, അവരുടെ അമ്മയ്ക്ക് അവർ പൊങ്കാല അർപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു തിരക്കുണ്ട്. ഒപ്പം തന്നെ ഭണ്ഡാര അടുപ്പിന് സമീപത്ത് അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു. അല്പസമയത്തിനകം ക്ഷേത്രതന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകരുന്ന ദീപം മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറും. വിഷ്ണു വാസുദേവൻ നമ്പൂതിരിയാണ് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയെടുപ്പിൽ ആ തീ കത്തിക്കുന്നത്. ആ അഗ്നി പകർന്ന ശേഷം അതേ ദീപം സഹമേൽശാന്തിമാർക്ക് കൈമാറും. സഹമേൽശാന്തിമാർ ചെറിയ തിടപ്പള്ളിയിലെയും ഒപ്പം തന്നെ ഭണ്ഡാര അടുപ്പിലേക്കും ആ അഗ്നി എത്തിക്കുന്നതോടുകൂടി 2024 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകും. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ മേഖലയിലും ഒരുക്കിയിട്ടുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അടുപ്പുകളിലേക്ക് കൂടി ഈ അഗ്നി എത്തും. ലക്ഷ്മി, ശുദ്ധപുണ്യാഹത്തോടെ 10 മണിക്ക് തന്നെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായിരുന്നു. ഇപ്പോൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിൽ നിന്ന് പകർന്നു നൽകിയ ദീപത്തിൽ നിന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന് ഇപ്പോൾ സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിൽ അടുപ്പും ക്ഷേത്രത്തിന് മുൻവശത്തെ ഭണ്ഡാര അടുപ്പും ജ്വലിപ്പിക്കാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വൈക്കുരവകളുടെ അകമ്പടിയോടെ ഇത്തരത്തിൽ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിന്ന് ദീപം ഭണ്ഡാര അടുപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തെ ഭണ്ഡാര അടുപ്പ് ജ്വലിപ്പിക്കുന്നതോടെ ചെണ്ടമേളവും 4 ദിക്കും കേൾക്കുമാർ കരിമരുന്ന് പ്രയോഗവും മുഴങ്ങുന്നതാണ്. ഭക്തർക്ക് അടുപ്പുകൾ കത്തിക്കുന്നതിനുള്ള വിളംബരം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. തൊഴുകൈകളോടെ, പ്രാർത്ഥനകളോടെ കാത്തു നിൽക്കുകയാണ് ദേവിയുടെ ഭക്തർ. പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകരാൻ അനന്തപുരി ഒരു വലിയ യാഗശാലയായി മാറാൻ ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി. ഭണ്ഡാരടുപ്പിൽ നിന്ന് കത്തിക്കുന്ന ദീപമാണ് ക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെ വരെ നിരന്ന അടുപ്പുകളിലേക്ക് പകർന്ന് കൈമാറുന്നത്. ഇപ്പോൾ ആ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിനുള്ള സമയം എത്തിച്ചേർന്നിരിക്കുന്നു. ആ ശുഭമുഹൂർത്തം എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല തലസ്ഥാന നഗരി യാഗശാലയായി മാറുന്ന നിമിഷങ്ങളാണ്. ഭക്തിയുടെ നിറവിലാണ് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ചടങ്ങുകൾക്ക് ആരംഭമായിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അനന്തപുരിയിലെത്തി കാത്തിരിക്കാൻ തുടങ്ങിയത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഭക്തിസാന്ദ്രമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊങ്കാലക്കലത്തിന് അഗ്നി പകർന്നിരിക്കുന്നു. മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറി. ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയെടുപ്പിൽ ആ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹ മേൽശാന്തിമാർക്ക് കൈമാറി.